ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാം. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പൊ അത് പുസ്തക പ്രകാശനം ചെയ്തയാള് ജോസഫ് സി മാത്യു. അദ്ദേഹം അവിടുന്ന് പറയുന്നത് കേട്ടപ്പോ ഏതോ ഒരു പഴയകാല CPM-ന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയാകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അയാൾക്ക് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPM-ന്റെ ഏതെങ്കിലും അയലത്തൂടെ അവന്റെ പോയോന്ന് എനിക്കറിയില്ല. CPM-ഉമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് സി മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ജോസഫ് സി മാത്യു ഉൾപ്പെടെ പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആറമ്പിക്കാർ വരെയുള്ള CPM വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പൊ CPIM പാർട്ടി വിരുദ്ധരുടെ സംഘവുമായി സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അതില് ഈ ആളുകളൊക്കെ കഴിഞ്ഞ കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലായി. ആ ജനകീയാസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ച ചിലർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. ഇന്നിപ്പോ 100% കുട്ടികളും പാസ്സാവുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വിഷയത്തിലും A+ നേടുന്ന കുട്ടികളായിട്ട് കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ നയം പണ്ട് പഠിക്കുന്ന ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല ഇപ്പം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സാമ്രാജ്യത്വ ഏജൻസി പണി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ചിലർ വരികയുണ്ട്. അപ്പൊ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, പരിഷ്കരണങ്ങൾ, ജനകീയമായ വളരെ വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ചില ഇടപെടലുകൾ, ജനകീയാസൂത്രണം വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ എതിർത്ത് അതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ലേബലാണ്. അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇടത് നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും. അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി CPM വിരുദ്ധരാണ്. ആ CPM വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്.